മണ്ട, നീയും നിന്റെ ചേച്ചിയും കൂടെ ചേർന്ന് എനിക്കിട്ട് എന്തൊരു വലിയ ആപ്പാടാ വെച്ച്. എന്നിട്ട് നീയാണെങ്കിലോ ഇവിടെ ഒരു പെണ്ണിന്റെ കൂടെ. വാ, നീ ഭയങ്കരനാടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം, അവന്മാരകത്ത് എന്ത് ചെയ്യാ? എനിക്ക് നിന്റെ ചേച്ചിയെ കിട്ടിയേ പറ്റൂ. എവിടെയുള്ള എനിക്ക് വേണം. എവിടെയാടാ അവള്? ഇവനിട്ട് ശരിക്കും വേണ്ട എടാ മണ്ട, നിന്റെ ചേച്ചി എവിടെയാണെന്ന് പറഞ്ഞാ നിന്നെ ഞാൻ വെറുതെ അങ്ങ് വിട്ടേക്കാം. നിങ്ങൾ ചോദിച്ചാൽ പുരിയ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ തന്നെ ഞാനൊരു ലൊക്കേഷൻ അയച്ചിട്ടേക്കാം. വേണ്ട വേണ്ട, നിക്ക് നിക്ക് നിക്ക്. അത് ചേച്ചി ഫോറിൻ പോകാനുള്ള പ്ലാനില്ല. എടാ ഗോരി, വണ്ടി എടുക്ക. ജോലി തീർന്നോ? അതൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്റെ പങ്കെന്തേ? അതൊക്കെ തരാം. പാസ്പോർട്ട് എവിടെ? കാശെടുക്ക. എന്താ പരി, ഈ ജാനിയുടെ അടുത്ത് രക്ഷപ്പെടാമെന്നാണല്ലോ നീ വിചാരിച്ചത്? അതുകൊട്ടെ ഈ നിൽക്കുന്നവനേത്? എടാ എന്നവന്റെ മാസം കൂരി. ഇവനൊന്നും ഇങ്ങനെയല്ല ഡീൽ ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. ഊരടാ. കള്ളനും പോലീസൊക്കെ ചേർന്നാണല്ലോ കളി. സിദ്ധാർത്ഥ, നീ പറഞ്ഞതെല്ലാം സത്യമാ. എന്റെ ജാതകം ഭയങ്കര വീക്കാ. അല്ലാതെ എന്ത് കാര്യത്തിന് ഞാൻ ഇവളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പെട്ടുപോകുന്നത്? ഇന്നെന്തായാലും ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയേ പറ്റുള്ളൂ. നീ നടക്ക്, നടക്ക. നീ ഇങ്ങനെ വല്ല തോക്കോ ബോംബോ ഒക്കെ എടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും നല്ല പക്ക പ്ലാനോടെ ഇന്ന് വന്നിരിക്കുന്നു. നീ എന്തിനാണോ ദേഹത്ത് ബോംബൊക്കെ കെട്ടി വെച്ചേക്കുന്നത്? നീ മര്യാദയ്ക്ക് വരുന്നു അതോ ഞാനിത് പൊട്ടിക്കണം? രണ്ടുപേർക്കും നരകത്തിലങ്ങ് സുഖിക്കാം. ചേച്ചി പ്ലീസ് വേഗം സമ്മതിക്ക്. ചേച്ചി പ്ലീസ്, എനിക്ക് വേണ്ടി സമ്മതിക്കും. എന്ത് നോക്കിയേക്ക? വാടി, വാ. എവിടെ പോടാ? ഇത് ബ്രോഡ്വേ വാങ്ങിച്ച നല്ല ഡ്യൂപ്ലിക്കേറ്റ് ബോംബാ. അര കെട്ടി കാണിക്കുന്ന ഈ ബോംബിനെക്കാൾ നല്ലത് എന്റെ ബോംബല്ലേ ജാനി. കൊടുക്കട്ടെ. എനിക്ക് എന്റെ ആളെ കിട്ടിയേ. നിന്നെ എവിടെയോ ഞാൻ കണ്ടതുപോലെ. എനിക്കും തന്നെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ.
എവിടെയാന്ന് ഓർമ്മയില്ല. വാട്ട് എ സീൻ! എല്ലാരും ഉണ്ടല്ലോ, ഇടുക്കൻ സീൻ. ഒരു സെൽഫി എടുത്തേക്കാം. ഒന്ന് നിക്ക്. ഇനി എടുക്കടാ സെൽഫി. ആടുബായ് വാക്ക് പറഞ്ഞു, ദേ പെങ്കൊച്ചിനെ ഏൽപ്പിച്ചു. താങ്ക്സ് മോനെ. എടാ ജാനി, നീ പേടിക്കണ്ട, അടുത്ത ചാൻസ് തരാം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്നെ പറ്റി അറിയാലോ. വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. മതി, നടക്ക. മാറാണ്. വാ വാ വാ. ബാഗ് എന്നിട്ട് പോടാ. ഡാ, ജാനി. ജാനി, എടാ ജാനി, എടാ ജാനി. എന്താ പറ. എടാ മല്ലേശന്റെ മകൻ രമേശ് അമേരിക്കയിൽ നിന്ന് വന്നു പറഞ്ഞില്ലേ? ഇനി ഒരു തവണ ഞാൻ രമേഷിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ചവിട്ടി അരച്ച് തേച്ചു ഞാൻ. എന്താടാ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ വേറെ എങ്ങനെ പറയണ്ടേ? നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. വാ അടയ്ക്കാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ കൊന്നു കളയും ഞാൻ. സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ചങ്കത്ത് ചവിട്ടുന്നതിന് തുല്യമാണോ ഇത്? കുഞ്ഞുനാളിലൊക്കെ നീ എന്ത് ചോദിച്ചാലും എന്റെ കയ്യിൽ കാശില്ലെങ്കിൽ പോലും നീ ചോദിക്കുന്ന വാങ്ങിച്ചു തരാതെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു മോനെ. നിന്റെ മുഖത്തെ സന്തോഷം മാത്രം മതിയായിരുന്നു എനിക്ക്. എന്റെ വേദനയും ദുഃഖങ്ങളും എല്ലാം പറന്നു പോകും. അവനെ കുറിച്ച് ഇവനെ കുറിച്ചും ഒക്കെ നിന്നോട് പറഞ്ഞ് എന്തിനാണ് ഞാൻ നിന്നെ വാശി പിടിപ്പിക്കുന്നതെന്നറിയോ? അങ്ങനെയെങ്കിലും നീ 10 കാശ് സമ്പാദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതല്ലാതെ നീ അയച്ചു തരുന്ന കാശ് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സൂഹിക്കാനല്ലടാ. നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു മോനെ. ഇനി ഒരിക്കലും നിന്നോടൊന്നും ചോദിക്കില്ല മോനെ. ഇനി ഞങ്ങൾ എന്തെങ്കിലും നിന്നോട് ചോദിച്ചാ നിന്റെ ചെരുപ്പ് ഒരു ഞങ്ങളെ അടിച്ചേക്ക് മോനെ. അച്ഛൻ, അച്ഛൻ, ഞാനിവിടെ ഓഫീസിലെ ജോലിയുടെ തിരക്കിൽ ടെൻഷനിൽ എന്തൊക്കെ പറഞ്ഞു പോയതാ. അച്ഛനും ചെറിയമ്മയ്ക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ നാളെ തന്നെ അയക്കാം. അച്ഛൻ ചെറുപ്പത്തിൽ ഞാൻ അച്ഛനോട് ചോദിക്കുന്ന പോലെ അച്ഛൻ എന്നോട് ചോദിക്കുന്ന പോലെ കരുതിയാൽ മതി. അച്ഛൻ പിന്നെന്താ ഉണ്ടായെന്ന് പറയ് ജാനി, ഒന്ന് പറയേ. ഒരു കുപ്പി കള്ളുകൂടി എടുത്തിട്ടാ പറ. അതും വേണം. പോയി അവിടെ എടുത്തിട്ട് വാ. കേറ്റ് എന്താ എഴുതാ ഇത്? ജാനി, എടാ ജാനി, നിന്നോട് സംസാരിക്കാൻ വന്ന ജാനി. എന്താ ഇങ്ങനെയൊക്കെ നീ പറ. വേറൊന്നുമല്ല, ഞങ്ങൾ ഈ മോഷണമൊക്കെ നിർത്താന്ന് തീരുമാനിച്ചിരിക്കുക. അത് മാത്രമല്ല, നിനക്ക് പെങ്കൊച്ചിനെ ഇഷ്ടം. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും ശരിയാവില്ല. ഞാനതൊക്കെ വിടാന്ന് പറഞ്ഞത് ഓക്കെയാ. പക്ഷെ നിങ്ങൾക്ക് മോശമില്ലാതെ വേറെ എന്താ അറിയാവുന്ന? നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ജോലിയോ? നമുക്കൊക്കെ ആര് ജോലി തരാന്? ഇവിടെ നിന്റെ ഒന്നും ടാലന്റ് ആരും നോക്കുന്നില്ല. വളവളാന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള കഴിവ് നിനക്കില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താടാ ലാന്ത്ര? ഈ മോഷണവും പരിപാടിയൊന്നും നമുക്ക് സെറ്റ് ആവില്ല. നമ്മുടെ ജാതകം അതുമായിട്ട് ഒത്തുചേർന്ന് പോകത്തില്ലെന്നേ. അതെ ജാനി, കാലേ വാരി ഞാൻ നിലത്തടിക്കും. ഇനി ജാതകം കോപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നമുക്ക് വിട്ടേക്കാടാ. പ്ലീസ് ജാനി, പറയുന്ന കേക്ക്. ഞാൻ പറയുന്നത് എല്ലാം വിട്ടേക്കാം. ശരി, എന്നാ പിന്നെ വിട്ടേക്കാം. പക്ഷെ എനിക്ക് ഒരേ ഒരു തവണ ഒരു ചാൻസ് ആയി. ലൈഫ് മുഴുവൻ സെറ്റിൽ ആവുന്ന രീതിയിൽ അവസാനമായിട്ട് ഒരു മോഷണം കൂടി ചെയ്യും. ആ മോഷണത്തിൽ ഞാൻ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഈ ഒരു ഒറ്റ തവണത്തേക്ക് മാത്രം. എല്ലാവരും ഓക്കെ അല്ലേ?